ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഊട്ടിയിലുള്ള ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ഉള്ളത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. ഇവിടെ കൊക്കോ പൗഡറാണ് ആ ചേച്ചി അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഭാഗത്ത് കൊക്കോ കായ് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ മെഷീനൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് അടുത്ത് പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, കുറച്ച് ദൂരെ നിന്നിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേയില ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ഇവിടെ തേയിലയൊക്കെ ഇവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മെഷീനിലാണ് അവർ ചെയ്യുന്നത്. നല്ല മണമുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് ഉള്ളത്. കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവിടെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത്. തേയില നുള്ളിയെടുത്ത് അത് ഉണക്കിയതിന് ശേഷം പ്രത്യേക രീതിയിലൊക്കെയാണ് കേട്ടോ. ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചായപ്പൊടിയായിട്ട് കിട്ടുന്നത്. ഒരുപാട് ഫ്ലേവറിൽ ഇവിടെ ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ. നമുക്കതിൻ്റെ അടുത്ത് പോയിട്ട് കാണാൻ പറ്റില്ല. അവർ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ കവർ ചെയ്തേക്കാണ്. ഇതാണ്ട ചായപ്പൊടി മെഷീനിൽ കൂടി വരുന്നതാണ്. ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചായപ്പൊടിയായിട്ടൊക്കെ വരുന്നത്. അത് ചെയ്യാൻ കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ട് അവിടെ. ഈ ഫാക്ടറി ഒരു കുന്നിൻ്റെ മുകളിലാണ്. അങ്ങനെ കുന്ന് കയറിയിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ വന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റാണിത്. എല്ലാ ഭാഗവും കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ ചായയാണ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ചായ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ഗ്ലാസ്സിൽ നമുക്ക് അത് കുടിക്കാൻ അവർ തരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്നപ്പം അവിടെ ചായപ്പൊടി സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്ലേവറിൽ ഇവിടെ ചായപ്പൊടി നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. ഏലക്ക, ഇഞ്ചി, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള സ്പൈസസുകൾ എല്ലാം ഒരുപാടുണ്ട്. പിന്നെ കൂൾ ഡ്രിങ്ക്സ് പോലെയുള്ള സംഭവങ്ങൾ, അത് കലക്കുന്ന സംഭവങ്ങൾ എല്ലാം നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരുപാട് ഫ്ലേവറിൽ ഇവിടെ കിട്ടും. ഞങ്ങളിതാ കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങി, കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നിറയെ ചോക്ലേറ്റാണ്. ഒരുപാട് ഫ്ലേവറുകളിൽ ചോക്ലേറ്റുകൾ, പലതരത്തിലുള്ള മിഠായികൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ഇതെല്ലാം ഇവിടെ തന്നെ ഇവരുടെ ഫാക്ടറി തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങി പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ എണ്ണകളൊക്കെയാണ്. യുക്കാലി തൈലം അങ്ങനെയുള്ള എണ്ണകൾ, തലവേദനയ്ക്ക്, പല്ലുവേദനയ്ക്ക് അങ്ങനെയുള്ള തൈലങ്ങൾ, എണ്ണകൾ, പിന്നെ തേനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കാട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന തേനാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ പല്ലുവേദനയ്ക്കുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. പിന്നെയും നമ്മൾ താഴേക്ക് വന്നപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടെ പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങൾ, പിന്നെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ, ഫാൻസി സാധനങ്ങൾ എല്ലാം ഒരുപാടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടത്. പിന്നെ ഇവിടെ തണുപ്പ് കൂടുതലുള്ള പ്രദേശമായതുകൊണ്ട് തൊപ്പികൾ, തണുപ്പിനാവശ്യമായ ഷോള്, സ്വെറ്റർ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഒരുപാടുള്ളത്. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്കെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെയൊക്കെ കമ്മലുകളൊക്കെയാണ് ഒരുപാടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ടൂറിസ്റ്റ് സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. റേറ്റ് കുറവൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഓരോ സാധനത്തിനും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഷോപ്പാണ്. ഇത് കണ്ടോ, എല്ലാം തണുപ്പിന് പറ്റിയ ഡ്രസ്സുകളാണ് അധികം ഉള്ളത്. ഡ്രസ്സാണെങ്കിലും എല്ലാം തണുപ്പിന് പറ്റിയതാണ്. ഇതൊരു തിയേറ്ററാണ്. ഇത് വർക്കൊന്നും ചെയ്യുന്നില്ല. അതങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണെന്നാണ് തോന്നുന്നത്. മിനി തിയേറ്റർ.
പിന്നെ ഇതാ പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം ഇവിടെ ഉണ്ടാവുന്നതാണ്. ഒരുപാട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. 100 രൂപ, 50 രൂപ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ 2 ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ല വീഡിയോ ഇട്ട് വരാം. എല്ലാവർക്കും ബായ്.